എല്ലാവർക്കും നമസ്കാരം. വളരെ സ്വാദിഷ്ടവും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായ ഹൽവയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് അരച്ചത് 1 കപ്പ്, നെയ്യ് ഉരുക്കിയത് 1/4 കപ്പ്, പഞ്ചസാര 1 കപ്പ്, റവ 3/4 കപ്പ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എടുത്തു വെച്ച നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് റവ ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷെ എന്നാലും അതിൻ്റെ മണമൊക്കെ മാറി നെയ്യിൽ കിടന്നിട്ട് നല്ലൊരു മൂത്ത മണം വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആക്ച്വലി ഇതെൻ്റെ ഒരു സ്വന്തം പരീക്ഷണമാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു സ്ക്വാഷിൻ്റെ, ബീട്രൂട്ട് സ്ക്വാഷിൻ്റെ. അന്നേരം അതിൽ സ്ക്വാഷ് ഉണ്ടാക്കിയപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ വേസ്റ്റ് വന്നു. അത് വെച്ചിട്ട് ഞാൻ ഹൽവ ഉണ്ടാക്കിയത് നോക്കിയപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി, വളരെ ടേസ്റ്റും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇത് എൻ്റെ ഒരു എന്താ പറയുക സ്വന്തം റിസ്കിൽ ഉണ്ടാക്കിയൊരു സംഭവമാണ്. പക്ഷെ വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാനും പറ്റും. റവ അങ്ങനെ മൂത്ത നല്ല മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. കപ്പിൻ്റെ അളവൊക്കെ ഞാൻ മുന്നുള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. 250 ml കപ്പിൻ്റെ അളവാണ് ഞാൻ ഇതിൽ പറയണത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബീട്രൂട്ട് അരക്കണ വീഡിയോ ഇതൊക്കെ ഞാൻ ബീട്രൂട്ട് സ്ക്വാഷിൽ കാണിക്കുന്നുണ്ട് വിശദമായിട്ട്. കാണാത്തവർ ദയവായിട്ട് ബീട്രൂട്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ കാണണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബീട്രൂട്ട് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് കട്ടയാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. ഇതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ബീട്രൂട്ടിൽ, അതുകൊണ്ടാണ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തത്. നിങ്ങൾക്കിതിൽ റവയ്ക്ക് ബീട്രൂട്ട് ഇട്ടതിന് ശേഷം ഇളക്കുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 1/2 ഗ്ലാസ്സിന് പകരം ഒരു 3/4 ഗ്ലാസ് ചൂടുവെള്ളം ആഡ്. റവയും ബീട്രൂട്ടും വെന്ത് വരാൻ ഒരു സ്വല്പ സമയത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ റവയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എത്ര സമയം എടുക്കും, അത്രയും ഒരു സമയമാണ് ഇതിനാവശ്യമുള്ളൂ. നമുക്കതിൻ്റെ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഗ്യാസ് സിമ്മിലിട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അന്നേരം ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ട് വരും, അതായത് വിട്ട് വരും അതിൽ നിന്ന് വെന്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ നല്ലൊരു മണം വരും. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഇത് വെന്ത് റെഡിയായിന്ന്. അതായത് നമുക്കിങ്ങനെ ആദ്യം ഇളക്കണ ആ ഒരു അവസ്ഥയാവില്ല വെന്ത് വരുമ്പോൾ. അത് ഇളക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുമ്പോൾ കൂടെ ഇതിങ്ങനെ വിട്ടുപോരും, ആ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും. അപ്പോൾ അത് വെന്ത് കറക്റ്റായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അറിയാത്തവർക്കായാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. അറിയുന്നവരെന്നോട് ദയവായി ക്ഷമിക്കണം. ഒരു നുള്ളു ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ബീട്രൂട്ട് ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള വേസ്റ്റ് കൊണ്ടാണ് ഹൽവ ഉണ്ടാക്കണതെങ്കിൽ ഇതിൽ മധുരത്തിൻ്റെ അളവിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം. 1/2 കപ്പ് വെള്ളം എന്നുള്ളത് 1.5 കപ്പും അതുപോലെ പഞ്ചസാര 1 കപ്പ് എന്നുള്ളത് 1.5 കപ്പുമായിട്ട് മാറ്റേണ്ടി വരും. നമുക്കിതിലേക്ക് ഇനി പഞ്ചസാര ആഡ് ചെയ്യാം. ഒന്നായി പഞ്ചസാര ഇടാതെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
തുടങ്ങി. നല്ല മണം തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടു, ഇളക്കാൻ പറ്റുന്നില്ല, വിട്ട് വരികയാണ് അതിൽ നിന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച ഏലയ്ക്കും പഞ്ചസാരയും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഇതങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെയാണിത്. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ടേസ്റ്റിയും ഹെൽത്തിയുമായ ബീട്രൂട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.